സഹോദരി സഹോദരങ്ങളെ, യൂറോപ്പിലെ വളരെ പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ അയർലൻഡിലെ നോക്കു മാതാവിൻ്റെ സന്നിധിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. വളരെ പ്രസിദ്ധമായ മരിയൻ പ്രത്യക്ഷീകരണമാണ് പരിശുദ്ധ അമ്മ ഈ നോക്കിൽ പ്രത്യക്ഷപ്പെട്ടത്. 1879 ഓഗസ്റ്റ് 21 ഒരു സന്ധ്യാസമയത്ത് 10-15 പേരെ, പല പ്രായത്തിലുള്ളവരെ അവർ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അയർലൻഡിൽ ഒരുപാട് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഐറിഷ് ജനത വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നൊരു കാലഘട്ടം. സഹായിക്കാൻ ആരുമില്ലാതെ വലയുന്ന ജനം തൻ്റെ മക്കളുടെ കണ്ണീര് കണ്ട് തൻ്റെ ജനത്തിൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി സ്വർഗം വിട്ടിറങ്ങി അമ്മ മാതാവ് ഈ നോക്കിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങി വരികയാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ശൗസേ പിതാവും വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായും അസംഖ്യ മാലാഖമാരും ഉണ്ടായിരുന്നു. നാം പുറകിൽ കാണുന്ന ആ ബാക്ക്ഗ്രൗണ്ട്, ഈ വിധത്തിലാണ് അവിടെ പ്രത്യക്ഷീകരണം സംഭവിച്ചത്. ഏകദേശം 2 മണിക്കൂർ സമയം ഈ ജനക്കൂട്ടം ഈ പ്രത്യക്ഷീകരണം കണ്ട് അനുഭവിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നോക്കിൽ വെളിപ്പെട്ട പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണ സന്ദേശത്തിലൂടെ എന്താണ് സ്വർഗത്തിന് നമ്മോട് സംസാരിക്കാൻ? തൻ്റെ മക്കളെ എപ്പോഴെല്ലാം കണ്ണുനീരിലും കഷ്ടപ്പാടിലും വേദനയിലും ദുരിതത്തിലുമായിരിക്കുന്നു, അപ്പോഴെല്ലാം തൻ്റെ മക്കളുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ വേദനകളിൽ പങ്കുചേർന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന, അവരെ കരുതുന്ന, അവരെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന ഒരു നല്ല അമ്മയാണ് സഭാചരിത്രത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത്. ആ നാളുകളിൽ ഐറിഷ് ജനത വലിയ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമായിരുന്നു. അവർക്ക് തുണയായി, സഹായമായി സ്വർഗത്തിൽ നമ്മ ഇറങ്ങി വരികയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ആശ്രയിക്കാൻ ഒരു അമ്മയുണ്ട്. ഏത് അവസരത്തിലും എത്ര വലിയ കഷ്ടപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും സഹനത്തിൻ്റെ തീച്ചൂളയുടെ സമയത്താണെങ്കിലും നമുക്ക് ആശ്രയിക്കുവാൻ നമുക്ക് നല്ലൊരു അമ്മയുണ്ട്. ആശ്രയിക്കുന്നവർ ഒരു നാളും ഉപേക്ഷിക്കാത്തവളാണ് നമ്മുടെ അമ്മ മാതാവ്. നമ്മുടെ എല്ലാ വേദനകളെയും ദുരിതങ്ങളെയും കഷ്ടതകളെയും നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെയും മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, സാമ്പത്തികമായ കടബാധ്യതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥ്യങ്ങൾ എന്തുമാവട്ടെ എല്ലാ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. നമ്മെ സഹായിക്കുവാനും കരുതുവാനുമുള്ള അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുക. ഈ നോക്കിൻ്റെ മണ്ണിൽ നിന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം മാത്രമല്ല, അയർലൻഡിൻ്റെ അപ്പോസ്തലനാണ് സെന്റ് പാട്രിക്. സെന്റ് പാട്രിക്കിനോടും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് കൃത്യമായി പറയാൻ പറ്റും, ഷെക്കന ന്യൂസിനുള്ള ബന്ധത്തിൽ പരിശുദ്ധ അമ്മ ഒരു വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അമ്മ എപ്രകാരമാണ് അത് ക്രമപ്പെടുത്തി ഉചിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒത്തിരിയേറെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താനുണ്ട് സഹോദരങ്ങളെ. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഈ വിധത്തിൽ അമ്മ ഇടപെട്ട് എല്ലാം ക്രമപ്പെടുത്തുന്ന അത്ഭുതകരമായ ആ ദൈവപ്രവൃത്തി അനുഭവിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും ഇടവരട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഈ നോക്കിൻ്റെ മണ്ണിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് പരിശുദ്ധ അമ്മയോടൊപ്പം സെന്റ് പാട്രിക്കിന്റെ കരങ്ങൾ പിടിച്ച് ശൗസേ പിതാവിനോട് സകല വിശുദ്ധരോട് ചേർന്ന് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ അവിടെ നിന്ന് കാണണമേ. പരിശുദ്ധ അമ്മ മാതാവേ, അവരെ കണ്ണുനീര് തുടയ്ക്കണമേ. സങ്കടങ്ങളിൽ, വേദനകളിൽ, ദുരിതങ്ങളിൽ, സഹനങ്ങളിൽ അമ്മ ഇറങ്ങി വന്ന് അമ്മയുടെ മക്കളെ സഹായിക്കണമേ, കരുതണമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ജീസസ്, ജീസസ്, ജീസസ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എല്ലാവരെയും പരിശുദ്ധ അമ്മ മാതാവിലൂടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.